ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ഡോക്ടർ ബി.ആർ. അംബേദ്കറിനെക്കുറിച്ചുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പരാമർശം കോൺഗ്രസ് തെറ്റായി വ്യാഖ്യാനിച്ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അംബേദ്കറെക്കുറിച്ചുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പരാമർശത്തെ അപലപിക്കുന്നതായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ. ന്യൂനപക്ഷ വിഭാഗത്തിന്റെ ജീവിത നിലവാരം ഉയർത്താൻ സർക്കാരിന് സാധിച്ചതായി കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. അടിസ്ഥാന സൌകര്യ വികസനം, കൃഷി എന്നിവയ്ക്കൊപ്പം സാംസ്കാരിക വികസനത്തിനും ഐക്യത്തിനും സർക്കാർ പ്രത്യേക ശ്രദ്ധ നൽകുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡി. കേരളത്തിൽ ഒരാൾക്ക് കൂടി എംപോക്സ് സ്ഥിരീകരിച്ചു. സ്ഥിതിഗതികൾ വിലയിരുത്തി ആരോഗ്യമന്ത്രി വീണ ജോർജ്. കവിയും മുൻ ചീഫ് സെക്രട്ടറിയുമായ കെ ജയകുമാറിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം. വാർത്തകൾ വിശദമായി. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ നടപടികൾ തടസ്സപ്പെട്ടു. ഡോക്ടർ ബി.ആർ. അംബേദ്കറെ അപമാനിക്കുന്ന തരത്തിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ രാജ്യസഭയിൽ പ്രസ്താവന നടത്തിയെന്നാരോപിച്ച് ഇന്ന് സഭ സമ്മേളിച്ചപ്പോൾ മുതൽ പ്രതിപക്ഷം ഇരുസഭകളിലും പ്രതിഷേധമുന്നയിച്ചിരുന്നു. പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ ശരിയല്ലെന്നും കോൺഗ്രസാണ് അംബേദ്കറെ അപമാനിച്ചിരുന്നതെന്നും ഭരണപക്ഷാംഗങ്ങൾ പ്രത്യാരോപണം ഉന്നയിച്ചതോടെ സഭ പ്രക്ഷുബ്ധമാവുകയായിരുന്നു. ബഹളം ശക്തമായതോടെയാണ് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിയാൻ തീരുമാനമായത്. അമിത്ഷായുടെ പരാമർശത്തിൽ പ്രതിഷേധിച്ച് പാർലമെന്റ് സമുച്ചയത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധ പ്രകടനം നടത്തി. ഡോക്ടർ ബി.ആർ. അംബേദ്കറെക്കുറിച്ചുള്ള പരാമർശത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കെതിരായ കോൺഗ്രസിന്റെ ആരോപണത്തിന് മറുപടി നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ ഭരണഘടനാ ശില്പിയെ അവഹേളിച്ച കോൺഗ്രസിന്റെ ഇരുണ്ട ചരിത്രം ശ്രീ അമിത്ഷാ തുറന്നുകാട്ടിയതിനാലാണ് പ്രതിപക്ഷം ഇപ്പോൾ നാടകീയ രംഗങ്ങൾ സൃഷ്ടിക്കുന്നതെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിലൂടെ പറഞ്ഞു. അതേസമയം അംബേദ്കറെക്കുറിച്ചുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പരാമർശത്തെ അപലപിക്കുന്നതായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അമിത്ഷാ മാപ്പ് പറയണമെന്നും ശ്രീ ഖാർഗെ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ താൻ നടത്തിയ പ്രസംഗത്തെക്കുറിച്ചുള്ള വസ്തുതകൾ കോൺഗ്രസ് വളച്ചൊടിച്ചെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ശ്രീ അമിത്ഷാ. പാർലമെന്റ് പോലെയുള്ള രാജ്യത്തെ പരമോന്നത ജനാധിപത്യ വേദിയിൽ ചർച്ചകൾ നടക്കുമ്പോൾ അവ വസ്തുതകളുടെ അടിസ്ഥാനത്തിലായിരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂനപക്ഷ സമുദായ പ്രതിനിധികളുമായി ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ സർവ്വധരം സംവാദ് എന്ന പേരിൽ ചർച്ചകൾ നടത്തുന്നതായി ന്യൂനപക്ഷകാര്യ മന്ത്രാലയം അറിയിച്ചു. സാമുദായിക സൌഹാർദ്ദം പ്രോത്സാഹിപ്പിക്കുന്നതിനും ബുദ്ധ, ജൈന വിഭാഗങ്ങളുടെയുൾപ്പെടെ എല്ലാ സമുദായങ്ങളുടെയും പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനുമായാണ് സംവാദം നടത്തുന്നതെന്ന് ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. പോലീസ് സേനയെ നവീകരിക്കാനായി സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി 4846 കോടി രൂപ ഇതുവരെ അനുവദിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി നിത്യാനന്ദ് റായ്. രാജ്യസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. പോലീസ് സേനയ്ക്ക് ആധുനിക സാങ്കേതിക വിദ്യയും ആയുധങ്ങളും ഉൾപ്പെടെ നൽകി കൂടുതൽ സജ്ജമാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ള പാവപ്പെട്ടവരുടെ ജീവിത നിലവാരം ഉയർത്താൻ കഴിഞ്ഞ 10 വർഷത്തിനിടെ കേന്ദ്ര സർക്കാരിന് സാധിച്ചതായി കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ന്യൂഡൽഹിയിൽ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കായുള്ള ദേശീയ കമ്മീഷന്റെ 20ാം സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാർ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന ആശയം മുൻനിർത്തിയാണ് പ്രവർത്തിക്കുന്നതെന്നും സർക്കാരിന്റെ നിരവധി പദ്ധതികൾ പാവപ്പെട്ടവരെ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ളവരുടെ ഉന്നമനത്തിന് സഹായിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. जब हम कहते हैं हमारी सरकार सबके लिए उत्तरदायी है, सबको साथ लेके चलने वाला है, सबका विकास की हमारी प्राथमिकता है, इसमें भारत की जो सामाजिक और सहज वर्गीकरण है वो धार्मिक आधार पे हो, सभी लोग एक छत के नीचे हमारी विकास हो. इसीलिए इस सामूहिक प्रयास के कारण भारत पिछले 10 साल में आज विश्व की 5th लार्जेस्ट इकोनॉमी भी बनी. हमारी मानव सूचक कई मायने में आज विश्व में एक आदर्श की स्थिति तक पहुंची. ദേശീയപാതയോരത്ത് അപകടങ്ങൾ തടയാൻ മെറ്റൽ ബീം ക്രാഷ് ബാരിയർ സ്ഥാപിക്കുമ്പോൾ മാർഗ്ഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് കരാറുകാർക്ക് നിർദ്ദേശം നൽകി ദേശീയപാത അതോറിറ്റി. ദേശീയപാത നിർമ്മാണത്തിൽ ഏറ്റവും ഉയർന്ന നിലവാരം കൈവരിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും ഇതിലൂടെ ജനങ്ങളുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നും ദേശീയപാത അതോറിറ്റി വ്യക്തമാക്കി.
ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലുകൾ വിശദമായി പരിശോധിക്കുന്നതിനായി സംയുക്ത പാർലമെന്ററി സമിതിക്ക് അയക്കാൻ തയ്യാറെന്ന് കേന്ദ്ര സർക്കാർ. എല്ലാ തലത്തിലും വിശദമായ ചർച്ച ആവശ്യമായതിനാൽ ബിൽ ജെപിസിക്ക് അയക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നിർദ്ദേശിച്ചതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയെ അറിയിച്ചു. രാജ്യത്ത് ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താൻ ലക്ഷ്യമിട്ടുള്ളതാണ് ബില്ല്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി ബീജിംഗിൽ ഇന്ന് കൂടിക്കാഴ്ച നടത്തി. കിഴക്കൻ ലഡാക്കിൽ 4 വർഷത്തിലേറെയായി മരവിപ്പിച്ചിരുന്ന ഉഭയകക്ഷി ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുക, യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ സമാധാനം നിലനിർത്തുക തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്തു. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പുനരാരംഭിച്ച പ്രത്യേക പ്രതിനിധികളുടെ ചർച്ചയിൽ പങ്കെടുക്കാൻ ഇന്നലെയാണ് ഡോവലിന്റെ നേതൃത്വത്തിലുള്ള സംഘം ബീജിംഗിലെത്തിയത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രിയുമായി ടെലിഫോണിലൂടെ സംവദിച്ചു. ഇസ്രായേലിലെ നിലവിലെ സാഹചര്യങ്ങളെക്കുറിച്ചും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ചും ചർച്ച ചെയ്തതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അടിസ്ഥാന സൌകര്യ വികസനം, സാമ്പത്തിക വികസനം, കൃഷി എന്നിവയ്ക്കൊപ്പം സാംസ്കാരിക വികസനത്തിനും ഐക്യത്തിനും സർക്കാർ പ്രത്യേക ഊന്നൽ നൽകുന്നതായി കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡി. ഇന്ത്യയുടെ ഐക്യത്തിനും സാംസ്കാരിക ചരിത്രത്തിനും രാജ്യത്തെ ഭാഷകൾ സുപ്രധാന അടിത്തറയാണെന്ന് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെ അദ്ദേഹം പറഞ്ഞു. ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ വിദ്യാഭ്യാസത്തിലും തൊഴിലിലും പ്രാദേശിക ഭാഷകൾ ഉപയോഗിക്കാൻ സാധാരണക്കാരെ പ്രോത്സാഹിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. 2020 में नेशनल एजुकेशन पॉलिसी 3 लैंग्वेजेस फार्मूला को, उस सिस्टम को और फ्लेक्सिबिलिटी लाने के लिए प्रयास किया है. यानी अभी 3 भाषाओं से कम 2 भारत की स्थानीय भाषा एजुकेशन पॉलिसी 2020 में और रीजनल लैंग्वेजेस को जोड़ दिया गया. इससे गांव में रहने वाले गरीब सामान्य सभी लोगों को एजुकेशन में, एम्प्लॉयमेंट में रीजनल लैंग्वेजेस को बढ़ावा देने के लिए भारत सरकार न्यू एजुकेशन पॉलिसी में एक महत्वपूर्ण कदम उठाए गए. 11 ഭാഷകൾക്ക് ക്ലാസിക്കൽ ഭാഷ പദവി നൽകിയ ഏക രാജ്യം ഇന്ത്യയാണെന്നും ശ്രീ കിഷൻ റെഡ്ഡി കൂട്ടിച്ചേർത്തു. കേരളത്തിൽ ഒരാൾക്ക് കൂടി എംപോക്സ് സ്ഥിരീകരിച്ചു. UAE-യിൽ നിന്നെത്തിയ കണ്ണൂർ സ്വദേശിക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ അധ്യക്ഷതയിൽ സംസ്ഥാനതല റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗം ചേർന്ന് നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി. കവിയും മുൻ ചീഫ് സെക്രട്ടറിയുമായ കെ ജയകുമാറിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം. പിങ്കളകേശിനി എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം. ആകെ 24 ഭാഷകളിൽ 21 എണ്ണത്തിലേക്കുള്ള പുരസ്കാരമാണ് പ്രഖ്യാപിച്ചത്. മഹാകുംഭമേളയോടനുബന്ധിച്ച് യാത്രക്കാർക്ക് സൌജന്യ യാത്ര അനുവദിക്കുമെന്ന മാധ്യമ റിപ്പോർട്ടുകൾ കേന്ദ്ര സർക്കാർ തള്ളി. ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ തീർത്തും അടിസ്ഥാനരഹിതവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണെന്ന് ഇന്ത്യൻ റെയിൽവേയും അറിയിച്ചിട്ടുണ്ട്. യാത്രക്കാരുടെ തിരക്ക് പരിഗണിച്ച് പ്രത്യേക സൌകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തുവരുന്നതായി റെയിൽവേ പ്രസ്താവനയിൽ വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 21-22 തീയതികളിൽ കുവൈറ്റ് സന്ദർശിക്കും. കുവൈറ്റ് അമീറിന്റെ ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. 43 വർഷത്തിനിടെ ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈറ്റ് സന്ദർശിക്കുന്നത്. ഇന്ത്യയും കുവൈറ്റും തമ്മിലുള്ള ബഹുമുഖ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ സന്ദർശനം അവസരമൊരുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വയനാട്ടിൽ അടിയന്തരമായി ഉപയോഗിക്കുന്നതിന് ഫണ്ട് ലഭ്യമാക്കാനാവശ്യമായ ഇളവുകൾ അനുവദിക്കുന്നത് പരിഗണിക്കാൻ കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ച് കേരള ഹൈക്കോടതി. ഇത് സംബന്ധിച്ച് ആഭ്യന്തര മന്ത്രാലയത്തിലെ അഡീഷണൽ സെക്രട്ടറിക്ക് കത്ത് നൽകാൻ സംസ്ഥാനത്തോടും നിർദ്ദേശിച്ചു. 2025 ജനുവരി 10-നകം കേന്ദ്ര സർക്കാർ മറുപടി നൽകണം. കേരള രാജ്യാന്തര ചലച്ചിത്ര മേളയുടെ 6ാം ദിനത്തിൽ തിയേറ്ററുകളിൽ മികച്ച പ്രേക്ഷക പങ്കാളിത്തം. ചലച്ചിത്രങ്ങളുടെ ആദ്യ പ്രദർശനം പോലെ തന്നെ മനസ്സിൽ പതിഞ്ഞ സിനിമകൾ ഒരിക്കൽ കൂടി കാണാനുള്ള അവസരവും പ്രയോജനപ്പെടുത്തുകയാണ് ചലച്ചിത്ര പ്രേമികൾ. മിഡ് നൈറ്റ് സ്ക്രീനിംഗിന്റെ ഭാഗമായി ഹൊറർ ചിത്രമായ ദ ലോങ് ലെഗ്സ് രാത്രി 12 മണിക്ക് നിശാഗന്ധിയിൽ പ്രദർശിപ്പിക്കും. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ അവലോകനം ചെയ്യാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യോഗം ചേർന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ അധ്യക്ഷനായ യോഗത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ, കമ്മീഷണർ ഡോക്ടർ സന്ധു എന്നിവരും എൻഫോഴ്സ്മെന്റ് ഏജൻസികളും പങ്കെടുത്തു. 7ാം ഡൽഹി നിയമസഭയുടെ കാലാവധി വരുന്ന ഫെബ്രുവരി 15-ന് അവസാനിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് തെരഞ്ഞെടുപ്പ്. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു.
ഡോക്ടർ ബി.ആർ. അംബേദ്കറെക്കുറിച്ചുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പരാമർശം കോൺഗ്രസ് തെറ്റായി വ്യാഖ്യാനിച്ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അംബേദ്കറെക്കുറിച്ചുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പരാമർശത്തെ അപലപിക്കുന്നതായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ. ന്യൂനപക്ഷ വിഭാഗത്തിന്റെ ജീവിത നിലവാരം ഉയർത്താൻ സർക്കാരിന് സാധിച്ചതായി കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. അടിസ്ഥാന സൌകര്യ വികസനം, കൃഷി എന്നിവയ്ക്കൊപ്പം സാംസ്കാരിക വികസനത്തിനും ഐക്യത്തിനും സർക്കാർ പ്രത്യേക ശ്രദ്ധ നൽകുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡി. കേരളത്തിൽ ഒരാൾക്ക് കൂടി എംപോക്സ് സ്ഥിരീകരിച്ചു. സ്ഥിതിഗതികൾ വിലയിരുത്തി ആരോഗ്യമന്ത്രി വീണ ജോർജ്. കവിയും മുൻ ചീഫ് സെക്രട്ടറിയുമായ കെ ജയകുമാറിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.